ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൂടുവെള്ളം എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും കുതിരാൻ വയ്ക്കാം. ഇത് കുതിർക്കുന്നതിന് മുമ്പായിട്ട് 2-3 വട്ടം കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചാൽ മതി. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പറ്റാവുന്ന അത്രയും അരച്ചെടുത്താൽ മതി. പക്ഷേ വെള്ളം ഒരുപാടങ്ങ് ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്ന അത്രയും ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1/2 കപ്പ് തേങ്ങ, സവാളയുടെ ഒരു അരമുറി വേണം, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. ഇത് ഇത്രയും കൂടി ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർക്കാം. ഇതിലേക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാം, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കുറച്ച് കട്ടിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ട, കുറേശ്ശായിട്ട് ചേർത്ത് നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്താൽ മതി. ഈ ഗോതമ്പ് അരയ്ക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും. മാവ് ഒരുപാട് അങ്ങ് ടൈറ്റായി പോവും. അപ്പോൾ അത്രയും വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ നമുക്ക് കുറച്ച് അരിപ്പൊടി മാത്രം മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ അരിപ്പൊടി ഈ ഒരു സ്പൂണിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് നമുക്ക് കൃത്യമായിട്ടൊരു അളവൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ വെള്ളം ചേർക്കുന്നതനുസരിച്ചിരിക്കും. ഇനി ഇതിൽ നിന്നും ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ ഒരു വാഴയിലയിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതുപോലെ കൈപ്പത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, റൗണ്ട് ഷേപ്പിൽ. വിരൽ ഉപയോഗിച്ച് നമ്മളിത് പരത്തരുത്, അല്ലെങ്കിൽ പിന്നെ ആ വിരലിൻ്റെ അടയാളം കൊണ്ട് ശരിക്കും ഇത് പൊങ്ങാതെ ഇരിക്കും. അപ്പോൾ കൈപ്പത്തി വെച്ചിട്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് ഇട്ട പാടെ തന്നെ അടച്ചിടണ്ട. ഇത് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിരിക്കണം, എന്നാലേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇത് പൊങ്ങിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ല, നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാം. ഏത് കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്